ഇതിനകത്ത് കിടക്കുന്നത് ഇതിനകത്ത് എത്ര 5 പേര് 4 പേര് കിടക്കാൻ പറയാൻ 26 പേരാണ് ഇവിടെ ഇപ്പോൾ ദുരിതത്തിൽ കഴിയുന്നത്. 4 മാസവും 5 മാസവുമായി ജോലിയും കൂലിയും ഇല്ലാതെ കഴിയുന്ന ആളുകൾ, 1-2 നേരം മാത്രം ഭക്ഷണം കിട്ടുന്ന ആളുകൾ. ഏറ്റവും കൂടുതൽ പേർ കൊല്ലം ജില്ലയിൽ നിന്നുമുള്ളവരാണ്. ആയിരിക്കുന്ന വ്യക്തി വന്നിട്ട് 5 മാസമായി. ഞങ്ങൾ രണ്ടുപേരുടെ ഇപ്പോൾ 4 മാസമാവും. 4 മാസം 2 മാസം വിസിറ്റ് വിസയുണ്ട്. 2 മാസം ഞങ്ങൾ ഓവർ സ്റ്റേ. എനിക്ക് 1 മാസത്തേക്കേ ഉള്ളൂ. പുള്ളിക്ക് 1 മാസത്തേക്ക് ഇതിനാണ് പുള്ളി വന്നത്. ഏത് വിസിറ്റ് വിസയ്ക്ക് ഞാൻ 2 മാസമായി വന്നത്. എനിക്കിപ്പോൾ 2950 ദിർഹംസ് ആയിട്ടുണ്ട്. പുള്ളിക്ക് അതിൽ കൂടുതലായിട്ടുണ്ട്. കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് ഇവരിൽ പലരും ഇവിടെ എത്തിയിട്ടുള്ളത്. 26 പേരാണ് ഇവിടെ കഴിയുന്നത്. രാത്രികാലങ്ങളിൽ ഇപ്പോൾ കെട്ടിടത്തിൻ്റെ മുകളിൽ റൂഫിൽ കഴിയുന്നു. അതോടൊപ്പം തന്നെ മറ്റ് കയറി കിടക്കാൻ ഒരു ഇടവുമില്ല. പകൽ സമയത്ത് ഈ കോടിപ്പടിയിലും മറ്റുമൊക്കെ കഴിയുന്നു. ഇതിനൊക്കെ പിന്നിൽ പ്രവർത്തിച്ചത് കൊല്ലം ജില്ലയിൽ ഇവർക്കൊക്കെ അറിയാവുന്ന സ്ഥലത്തു നിന്നുള്ള ഒരാൾ റാബിയ, അതോടൊപ്പം തന്നെ മറ്റൊരാൾ ആസാദ്, മറ്റൊരാൾ കോഴിക്കോടുകാരനായിട്ടുള്ള റിയാസ്. പാകിസ്ഥാൻ സ്വദേശിയായിട്ടുള്ള റിയാസും കോഴിക്കോട് സ്വദേശിയായിട്ടുള്ള റിയാസും ചേർന്ന് തന്നെ പറ്റിച്ചു എന്നുള്ളതാണ് റാബിയ പറയുന്നത്. റിയാസ് എന്ന് പറഞ്ഞ ഒരാൾ ഏജൻറ്റ് ഇൻ്റർവ്യൂ വന്നിട്ട് പറഞ്ഞ് എയർപോർട്ടിലേക്ക് കുജിറ എയർപോർട്ടിലേക്ക് ആളിനെ വേണം, ആൾ എത്ര ഉണ്ടെങ്കിലും എടുത്തോളാൻ പറഞ്ഞു. എന്നോട് പറഞ്ഞ് 1200 രൂപ വേണം, 1500 വെച്ച് വേണം ഒരാൾക്കെന്ന് പറഞ്ഞു. അങ്ങനെ വിളിച്ച് ഇവര് ആസാദ് എനിക്ക് ആളെ തന്നു. ആസാദ് പറയുന്നു ആസാദും അറിയാതെ ഇതിൽ അകപ്പെട്ടു പോയതാണ്. ആസാദിന്റെ വാക്കുകൾ തന്നെ കേൾക്കാം. പക്ഷേ ഇന്നലെ അവൻ പറഞ്ഞത് അവൻ്റെ കയ്യിലും പൈസ കുറവാണ്, ഈ പൈസ ചേർത്ത് ടോട്ടൽ എമൗണ്ട് അടച്ചൊക്കെ നമുക്ക് വിസ ഇറങ്ങുന്നത് മാത്രമേ അതിന് പോകാൻ വഴിയുള്ളൂ, വിസ ഇറങ്ങുന്നവരെ കാത്തിരിക്കണം, നിങ്ങൾക്ക് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ തരാൻ എനിക്ക് കഴിയില്ല എന്നാണ് അവൻ പറയുന്നത്. അപ്പോൾ അവസാനം 4 ദിവസം മുമ്പ് ഞാൻ ഇവരെ പറഞ്ഞു വിട്ടിട്ട് ഞാൻ പറഞ്ഞ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കാൻ പറഞ്ഞപ്പോൾ ഒരു പർട്ടിക്കുലർ ഒരു A4 ഷീറ്റിനകത്ത് ഒരു എഗ്രിമെൻറ്റ് എഴുതി കൊടുത്തിട്ടേക്കുന്നു. ഇവിടെ നിൽക്കുന്നവരുടെ കാര്യത്തിൽ എനിക്ക് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ എനിക്കില്ല, പക്ഷേ വരുന്ന 20-ാം തീയതിക്ക് മുമ്പായിട്ട് എല്ലാവർക്കും ഞാൻ വിസ അടി ജോലിക്ക് കയറ്റും. ഇതാണ് അവൻ്റെ ഫൈനൽ പറയുന്നത്. എല്ലാവരുടെയും ഏറ്റവും പ്രധാനപ്പെട്ട പരാതി പാകിസ്ഥാൻ സ്വദേശി തങ്ങളെ പറ്റിച്ചു എന്നാണ്. ഇവർ പൈസ കൊടുത്തിരിക്കുന്നത് ഇദ്ദേഹത്തിന് ഉത്തരവാദിത്തമാണ് അവർക്ക് ജോലി വാങ്ങിക്കൊടുക്കുക എന്നുള്ളത്. ഇവർക്ക് ജോലി കിട്ടിയില്ല എങ്കിൽ ഇവരെ സുരക്ഷിതരായിട്ട് നാട്ടിലെത്തിക്കുക എന്നുള്ളതും ഇദ്ദേഹത്തിൻ്റെ മാത്രം ഉത്തരവാദിത്തമാണ്. പാകിസ്ഥാനി കമ്പനി ഇവരാരും അറിയുന്നില്ല. അറിയോ നിങ്ങൾ ആരെങ്കിലും? അറിയുന്നില്ല. അപ്പോൾ പാകിസ്ഥാനി കമ്പനിയോടുള്ള ബന്ധം ഇദ്ദേഹത്തിന് മാത്രമാണ്. ഈ ഓഫർ ലെറ്റർ മറ്റു കാര്യങ്ങൾ ഇതിൻ്റെ എല്ലാ ഉത്തരവാദിത്തം ഇദ്ദേഹത്തിന് മാത്രമാണ്. എത്രയും പെട്ടെന്ന് നാട്ടിലെത്തണമെന്നാണ് ഇവർ പലരും പറയുന്നത്. കാരണം ഇത്രയും മാസം ഇവിടെ നിന്നിട്ട് ഈ വിധത്തിൽ കഴിഞ്ഞിട്ട് ഇനി ജോലി കിട്ടുമോ ഇല്ലയോ എന്നുള്ള ഒരു ഉറപ്പുമില്ല, ഒരു പ്രതീക്ഷയുമില്ല. നമുക്കിന് ജോലി കൊണ്ടു തന്നാലും ജോലി വേണ്ട, എങ്ങനെ നാട്ടിലെത്തിയാൽ മതി. കാരണം നമ്മൾ അത്രയും ക്ഷീണിതനായി, നമുക്ക് വയ്യ. 26 പേർ ഇവിടെ കഴിയുമ്പോൾ തന്നെ 100-ലധികം പേർക്ക് കേരളത്തിൽ ജോലി നൽകാമെന്ന് ഇതേ കമ്പനി ഓഫർ നൽകിയിട്ടുണ്ട്. ഇതാണ് ആ ഓഫർ ലെറ്റർ. അവർക്ക് കൃത്യമായി ജോലി നൽകും എന്നുള്ളതാണ് കമ്പനി ഇതിൽ പറയുന്നത്. നാട്ടിൽ നിന്ന് ജോലി തേടി വരുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ് ഇത്. വിസിറ്റ് വിസയിൽ വന്ന് ഇവിടെ ജോലിക്ക് കയറുക എന്നുള്ള പ്രതീക്ഷയോടുകൂടി വരാതിരിക്കുക. വന്നാൽ ഇത്തരത്തിൽ ചതിക്കപ്പെടാം, കബളിപ്പിക്കപ്പെടാം. അജ്മാനിൽ നിന്നും മുഷീർ കൊടിയിലിനൊപ്പം സുരേഷ് വെളിമുറ്റം, മാതൃഭൂമി ന്യൂസ്.